നമ്മുടെ യൂത്തിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം, എൻ്റെ മക്കളെ ഈ ഡ്രഗ്സിലൊന്നും അല്ല ലഹരി നിൽക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുക, ആ ബ്രാൻഡിൻ്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബ്രാൻഡ് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ കിട്ടുന്ന ഒരു കിക്കില്ലേ, അതാണ് യഥാർത്ഥ ലഹരി. ആ ലഹരി ആയിരിക്കണം നമ്മൾ ബ്രാൻഡ് ഓണേഴ്സിനും ഉണ്ടാവേണ്ടത്. എന്തുണ്ടായെന്നറിയോ, 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡാറ്റ ഒരു പൈസ പോലും പരസ്യം കൊടുക്കാതെ ഞങ്ങളുടെ 3 ലക്ഷം ഉണ്ടായിരുന്ന രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് 6,20,000 മാറി. 2021 ലക്ഷ്യ ആദ്യമായിട്ട് ബ്രാൻഡ് അംബാസഡറെ കൊണ്ടുവരുന്നത്. രവിശാസ്ത്രി ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ബ്രാൻഡ് അംബാസഡർ. അതിനുശേഷമാണ് പിന്നീട് ലാൽ സാറിലേക്ക് എത്തുന്നത്. തുടങ്ങിയ സമയത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്പോൺസർ ചെയ്തത്. അപ്പം അന്ന് നമ്മുടെ ബ്രാൻഡ് അങ്ങനെ ഒട്ടും അറിയുന്ന ഒരു ഇതല്ല, ആർക്കും അറിയത്തില്ല. സോ ആ ഒരു സ്റ്റേജിൽ 0 to 1 എന്നുള്ള രീതിയിൽ ആൾക്കാരെ അറിയപ്പെടാനായിട്ട് അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഗുഡ് ഈവനിങ്. നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ ഓടിപ്പോകണം. ഞാൻ ഒരു ചെറിയ സമയത്ത് ഇവർ 3 പേരോട് സംസാരിച്ചപ്പോൾ തന്നെ 3ഉം എന്താ പറയുക, സത്യത്തിൽ പുലികളാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു 30 മിനിറ്റിനകം നമുക്ക് എന്ത് അടിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കോളേജ് പീരീഡിനൊക്കെ ശേഷം ഐ സ്റ്റാർട്ടഡ് വിത്ത് അഡ്വർടൈസിങ് ഇൻഡസ്ട്രി. അതിനുശേഷം ഇങ്ങനെ ഐ വാസ് വർക്കിംഗ് വിത്ത് ദ സീനിയർ ആഡ് ഫിലിം മേക്കർ മാത്യു പോൾ. ഞങ്ങളങ്ങനെ സെൻറ്റ് ജോർജ് അംബ്രല്ലയുടെ പരസ്യങ്ങളും സിറ്റിമാൻ ഷർട്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അങ്ങനെ കുറേ ഈസ്റ്റേൺ കറി പൗഡറൊക്കെ ചെയ്തിരുന്ന ഒരു 95-97 പീരീഡ് അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഉള്ള ഒരു മാർക്കറ്റിങ്ങിൽ നിന്ന് ഇപ്പം മുഴുവൻ മാറി. ഇതുവരെ എനിക്ക് തോന്നുന്നു രാഹുലുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, രാഹുലൊക്കെ IIM പഠിക്കുന്ന സമയത്ത് പഠിച്ച മാർക്കറ്റിങ്ങും ഇപ്പോൾ കാണുന്ന മാർക്കറ്റിങ്ങും തമ്മിൽ മാറിയിട്ടുണ്ട്. രാഹുലിൽ നിന്ന് തന്നെ നമുക്കൊന്ന് തുടങ്ങാം. രാഹുൽ കോളേജിൽ പഠിച്ച മാർക്കറ്റിംഗ്, അവസാനം ബിസിനസ് തുടങ്ങി കളത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത് കണ്ട മാർക്കറ്റിംഗ്. രാഹുൽ കാരണം ഒരു പോസ്റ്റ് കോവിഡാണ് രാഹുലിൻ്റെ ബിസിനസ്സിലേക്ക് നമ്മൾ കാണുന്നത്. നമുക്ക് കോളേജിൽ MBA പഠിച്ചപ്പോഴൊക്കെ ഈ വാട്ട് എവർ വി ലേൺ, ഈ സോഫ്റ്റ് സബ്ജക്ട്സ് ഉണ്ട്, HR, മാർക്കറ്റിംഗ് ഒക്കെ, വി ഡു നോട്ട് കൺസിഡർ ഇറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ വെറുതെ പഠിക്കാൻ വേണ്ടി പഠിച്ച് എഴുതിയ രീതിയിലും അതും ഭയങ്കര ടെക്സ്റ്റ് ബുക്കിലായിട്ട് തോന്നി, 4 P's അങ്ങനെയൊക്കെ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയൽ വേൾഡിൽ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എസ്പെഷ്യലി HR ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് 1 ടോപ്പിക്. ആൻഡ് മാർക്കറ്റിങ്ങിൽ നമ്മൾ കഷ്ടപ്പാടാണ്, അത് എളുപ്പമല്ല. ഇറ്റ് ഈസ് എ മാരത്തോൺ. സെയിൽസ് ഇസ് ക്വൈറ്റ് ഈസി, യു ക്യാൻ ഡു സർട്ടൻ തിങ്സ് ടു മേക്ക് സെയിൽസ്. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നൊരു സമയത്താണല്ലോ നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പം ആ ബ്രാൻഡ് ഉണ്ടാക്കാനുള്ളതൊരു മാരത്തോണാണ്. സോ അതിൻ്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന മിക്സ് പോലും അല്ല ഇപ്പം. അന്ന് ചിലപ്പം ന്യൂസ് പേപ്പർ ഭയങ്കര ഹെവിയാണ്, ഇപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ വെയിറ്റേജ് കുറഞ്ഞു വരുന്നു. പ്രിൻറ്റ് മീഡിയ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി പാർട്ട് ഓഫ് ദ മിക്സ്, വേറസ് ഡിജിറ്റൽ വാസ് നോട്ട് ഈവൻ ദെയർ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതും കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തുകയും ചെയ്യണം, ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഡിജിറ്റൽ ചെയ്യുന്നതുകൊണ്ട് ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യില്ല, സെയിൽസ് വരും. അപ്പം പക്ഷേ ഓഫ്ലൈൻ അല്ലെങ്കിൽ OH ഉണ്ടെങ്കിലാണ് ചിലപ്പോൾ നമുക്ക് ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. രാഹുൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു ഇത്. 21ാമത്തെ വയസ്സിലാണ് ലക്ഷ്യ തുടങ്ങുന്നത് അല്ലേ? ലക്ഷ്യം തുടങ്ങുന്ന സമയത്തുള്ളൊരു ലക്ഷ്യവും ഇപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ഏജിൽ എത്തി നിൽക്കുന്നൊരു നമ്മുടെ ഒരു പൊസിഷനും ഒന്ന് തിരിച്ച് പോയാൽ നമ്മുടെ ഒരു യാത്ര ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കത് കേൾക്കാം. വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. 2011 ലക്ഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2011, ഇപ്പോൾ 14 വർഷമായി ലക്ഷ്യം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു 1 lakhോളം സ്റ്റുഡൻസ് ലക്ഷ്യയിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. കേരളത്തിലൊരു കൊമേഴ്സ് ഹയർ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടാക്കാൻ IIC ലക്ഷ്യയ്ക്ക് കഴിഞ്ഞ 14 വർഷത്തിൽ പറ്റിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, പാൻ ഇന്ത്യ ബേസിലും അതുപോലെ ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ലക്ഷ്യയിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ സമയത്തുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ഒരു രീതിയല്ല ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ ഏജിലാണ്. ഈ ഡിജിറ്റൽ ഏജിൽ ശരിക്കും നമ്മൾ കൃത്യമായി ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, പ്രോപ്പറായിട്ട് നമ്മുടെ കൺസ്യൂമറെ മനസ്സിലാക്കി, നമ്മുടെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ഓർവെലിൻ്റെ ഒരു നിങ്ങളുടെ ഇന്നോസ് ടീമായിട്ടാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്? നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഹൗസ് ടീമുണ്ട്. അതുകൂടാതെ നമുക്ക് ഒരുപാട് ഏജൻസി ആയിട്ട് നമ്മൾ കൺസൾട്ടൻസി ഫേമുമായിട്ടൊക്കെ അസോസിയേറ്റഡ് ആണ്. ഇൻഹൗസ് ടീം കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് എന്താ പറയുക അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം
ഇൻഹൗസ് ടീമിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പല ബ്രാൻഡ്സും ചൂണ്ടിക്കാണിക്കുന്ന അവർക്ക് അപ്ഡേഷൻ ഉണ്ടാവുന്നില്ല. ബിക്കോസ് അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ. അതായത് ഇൻഹൗസ് ടീം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് ഒരു പ്രോഡക്റ്റ് സെഗ്മെന്റ് മാത്രം ചിന്തിച്ചാണ് അവർ. കാരണം കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഐഡിയാസ് ഡ്രെയിൻഡ് ഔട്ട് ആവും. അപ്പോൾ അവരെ പ്രോപ്പർലി മാർക്കറ്റിൽ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യാനും പുതിയ ഐഡിയാസ് ഫീഡ് ചെയ്യാനൊക്കെ ശരിക്കും എക്സ്റ്റേണൽ കൺസൾട്ടൻസിൻ്റെയും അതുപോലെ എക്സ്റ്റേണൽ ഏജൻസിൻ്റെയും സഹായം ആവശ്യമാണ്. നമ്മളെങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മാത്യുജാൻ്റെ ടോക്കുകൾ ഇപ്പോൾ ഭയങ്കര വൈറലാണ്. എവിടെ ചെന്നാലും എനിക്ക് തോന്നുന്നു, ഞാൻ 2-3 പേരോട് പറഞ്ഞപ്പോൾ സോ ഫ്രഷ് ടു ഹോമിൻ്റെ മിസ്റ്റർ മാത്യുവിനൊക്കെ നമുക്കൊരു 2-3 മണിക്കൂറെങ്കിലും കൊടുക്കണം, കാരണം ഒരുപാട് കേൾക്കാനുണ്ട്. എനിക്ക് മനസ്സിലായത്, ഞാൻ ഒരു ചില സ്ഥലത്തൊക്കെ വായിച്ചും പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്, ഈ പ്രായോഗിക ബുദ്ധി അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ അഗ്രഗണ്യനാണ്. അതായത് ഒരു നോട്ട് നിരോധനം വന്ന് സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം കോവിഡ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ എനിക്കറിയാം, ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു കേസ് സ്റ്റഡി ഞാൻ വായിച്ചത്, ഡെലിവറി ചെയ്യാൻ ആളെ കിട്ടാണ്ടായി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ 2 വലിയ ക്രൈസിസ്. നമ്മൾ ലോകം മുഴുവൻ ഡിജിറ്റൽ ഏജിലേക്ക് മാർക്കറ്റിംഗ് മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചൊരു ഹെൽത്ത് ആസ്പെക്റ്റിൽ സ്റ്റാഫിനെ കിട്ടാതെ വന്നൊരു സമയം, ഈ സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അഡ്വർടൈസിങ്ങും മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം ഓവർകം ചെയ്യാൻ പറ്റില്ല. അതിനെന്തായിരുന്നു ആ ഒരു തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? താങ്ക് യു. എല്ലാവരും തളർന്ന ഉഷാറാണ്. മീൻ കഥയാൻ പറ്റി സമയം എടുക്കും, അത് ചോദിച്ചു. മാർക്കറ്റിംഗ് എന്നിവ പറഞ്ഞില്ല, ഞാൻ 2012 seat2home.com ആയിട്ട് വരുന്നത്. അപ്പം അന്ന് ഇതുപോലെ മാർക്കറ്റ് ചെയ്യാനുള്ള ഡിജിറ്റൽ മാർക്കറ്റിനുള്ള സ്പേസ് ഒന്നുമില്ല. പിന്നെ പ്രിൻ്റ് മീഡിയ ആണ് അന്നത്തെ ഏറ്റവും വലിയ സാധനം, അതിന് മുടക്കാനുള്ള പൈസയും ഇല്ല. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നതും ഞാൻ മനസ്സിലാക്കിയതും, ഏറ്റവും നല്ല അഡ്വർടൈസ്മെൻ്റ് അല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മൗത്ത് ടു മൗത്ത് മാർക്കറ്റിംഗ് തന്നെയാണ്. അത് എൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഒരാൾ വേറൊരാളോട് പറയുമ്പോൾ കിട്ടുന്നൊരു വിശ്വാസതയും അതിൻ്റെ ഒരു റിപ്പീറ്റ് ഓർഡറും അതുപോലെ നമുക്ക് വേറെ സ്ഥലത്തു നിന്ന് കിട്ടണമെന്നില്ല. അത് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലായിരിക്കും. അപ്പം നമ്മൾ എന്തോരം വലിയ മാർക്കറ്റിംഗ് ചെയ്താലും നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് നിൽക്കാനാവുന്നില്ലെങ്കിൽ മാർക്കറ്റിംഗ് എത്ര പൈസ മുടക്കിയാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സിജോയ് പറഞ്ഞ പോലെ ഞങ്ങൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുന്നു, ഇതാണ് ശരിയായ മാർക്കറ്റിംഗ്, ഇതാണ് നാളെ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് കരുതി നിങ്ങൾ ആരും പുറത്തിറങ്ങരുത്. നാളെ സാഹചര്യം മാറും. അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ ധരിക്കുകയോ ചെയ്യരുത്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന എവിടെയാണോ എൻ്റെ മാർക്കറ്റ് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയും നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തുകയും ചെയ്താൽ മാത്രമേ നമുക്കൊരു മാർക്കറ്റിംഗിൻ എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് എപ്പോഴും ലൈവായി നിർത്താൻ പറ്റും. അങ്ങനത്തെ 2 സാഹചര്യങ്ങളാണ് ഇപ്പോൾ സുജോയ് പറഞ്ഞ നോട്ട് നിരോധനവും കോവിഡും. അത് രണ്ടും നമുക്ക് വഴിയേ പറയാമല്ലോ, ഒത്തിരി സമയം പോകും. നമുക്ക് തീർച്ചയായിട്ടും. എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ക്രെഡിറ്റ് കൊടുക്കാൻ മടിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇന്ന് കടം നാളെ രൊക്കം കാണുന്നത്. സാധാരണ നമ്മൾ ചെറിയ കടകളിലൊക്കെ എഴുതി കണ്ടിരിക്കുന്നത് ഇന്ന് രൊക്കം നാളെ കടം എന്നാണ്. മൽജാൻ്റെ ഒരു ക്യാമ്പയിനിൽ തിരിച്ചിട്ടു, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. അതായത് ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ മാർക്കറ്റ് എടുക്കാൻ. എല്ലാ ബുദ്ധിമുട്ടിൻ്റെ സമയത്തും അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലത്തിൻ്റെ സമയത്തിനും അതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ നമുക്കൊരു അവസരം ഇരിപ്പുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തുക എന്നതാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അതൊരു പക്ഷേ സുജയ് പറഞ്ഞ പോലെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധി അതിനകത്ത് ഉണ്ടാവുമായിരിക്കാം. ചെയ്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഈ ചെറിയ ചായക്കടയിലും ബാർബർ ഷോപ്പിലും ചോക്ക് കൊണ്ട് ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നൊരൊക്കം നാളെ കടം. നിങ്ങളും പലരും കണ്ടു കാണും അല്ലേ? ഇന്നൊരൊക്കം നാളെ കടം. അവരുദ്ദേശിക്കുന്നത് ഇവിടെ ആർക്കും കടയില്ല, എല്ലാം രൊക്കം എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നോട്ട് നിരോധനം വന്നത്. ആ സമയത്ത് ഫ്രഷ് ടു ഹോമിൻ്റെ കസ്റ്റമേഴ്സിൽ 68% ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഡെലിവറി കൊടുക്കുമ്പോൾ അവർ പൈസ എണ്ണി തരുന്ന സമയമായിരുന്നത്. നോട്ട് നിരോധനം വന്നു. 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിറം മാറി. ഞങ്ങളുടെ ആ 38%-നുള്ളിലേക്ക് ഞങ്ങളുടെ പ്രൊഡക്ഷൻ സെയിൽസ് ചുരുങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഞങ്ങൾ ആ 100% ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫാക്ടറികളുണ്ട്, സ്റ്റാഫുണ്ട്, വണ്ടിയുണ്ട്, എല്ലാം ഞങ്ങൾ അതിന് സെറ്റ് ചെയ്ത് പോയി.
അപ്പോൾ ആ പോക്ക് ഞങ്ങൾ ഒരു മാസം പോയാൽ ഫ്രഷ് ഹോം അവിടെ കൊണ്ട് തീർന്നു പോകുന്ന ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒരു വലിയ റിസ്ക് ഞങ്ങളുടെ മുമ്പിലുണ്ട്, ഇതിനെ ഓവർകം ചെയ്തേ പറ്റൂ. പിന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ചോക്കിൻ്റെ എഴുത്ത് മോളി വന്നത്, ഇന്ന് രക്കം നാളെ കടം. ഞങ്ങൾ ആ സാധനത്തിനെ ഒന്ന് എടുത്ത് തിരിച്ചിട്ടു, ഇന്ന് കടം നാളെ രൊക്കമെന്നാക്കി. ആ സമയത്തുള്ള ഫ്രഷ് ഹോമിൻ്റെ സ്റ്റാറ്റസ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ഡാറ്റ, ഞങ്ങളുടെ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് അന്ന് 3 ലക്ഷമാണ്. ഞങ്ങളുടെ ലാസ്റ്റ് മൈൽ ഡെലിവറി, അതാണ് ഒരു ഓൺലൈൻ കമ്പനിയുടെ ഏറ്റവും വലിയ എക്സ്പെൻസ്. ലാസ്റ്റ് മൈൽ ഡെലിവറിയിലാണ് ഞങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് മൈൽ ഡെലിവറി ഞങ്ങൾക്കന്ന് 52 രൂപ വരും ഒരു ഓർഡർ ചെയ്യുമ്പോൾ. ആ സിറ്റുവേഷനാണ് ഈ സാധനം വരുന്നത്. ആ പോക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു മാസത്തിൽ ഫ്രഷ് ഹോം എവിടെയെങ്കിലും പോയി ഇടിച്ച് നിൽക്കും, ഉറപ്പായിട്ട് നിൽക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഈ സാധനത്തിനോട് തിരിച്ചിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ഇമെയിലും SMS ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ സാധനം വാങ്ങിക്കോളൂ, പൈസ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊരു റിസ്ക്കാണ്, ശരിക്കും റിസ്ക്കാണ്. ഞങ്ങൾ ആ റിസ്ക് എടുത്തില്ലെങ്കിൽ ഇപ്പുറത്ത് അതിലും വലിയ റിസ്ക് കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരു സാധനം തീരുമാനം എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇന്ന് രൊക്കം നാളെ കടത്തിനെ, ഇന്ന് കടം നാളെ രൊക്കമെന്നാക്കി. ഞങ്ങൾ പക്ഷേ പ്രതീക്ഷിച്ചത് ആ 100% ആൾക്കാരെ ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ശരിക്കും അതിട്ടത്. പക്ഷെ എന്തുണ്ടായെന്നറിയോ, 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡാറ്റ ഒരു പൈസ പോലും പരസ്യം കൊടുക്കാതെ ഞങ്ങളുടെ 3 ലക്ഷം ഉണ്ടായിരുന്ന രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് 6,20,000 മാറി. ഞങ്ങളുടെ ലാസ്റ്റ് മൈൽ ഡെലിവറി 52 രൂപയുണ്ടായിരുന്നത് 41 38 താന്നു. മീൻസ് ഞങ്ങൾ എത്രയോ കോടി രൂപ മുടക്കിയാണ് ആ 3 ലക്ഷം ആൾക്കാരെ ഞങ്ങളുടെ കസ്റ്റമറാക്കി മാറ്റിയെന്നറിയോ. ആ ഒരു പൈസ പോലും മുടക്കാതെ വേറൊരു 3,20,000 കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നു. അപ്പോഴും ഒരു വലിയ റിസ്ക് അപ്പുറം നിൽപ്പുണ്ട്. നമ്മൾ ഇവർക്കെല്ലാം കടം കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു എഗ്രിമെൻറ്റും ഇല്ല, കസ്റ്റമേഴ്സിന് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ വലുതായി എന്ന് ചോദിച്ചാൽ, ഒരു ഫ്ലാറ്റിൽ സമുച്ചയത്തിൽ അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ 10,000 ഉള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് ഫ്രഷ് ഹോമിൻ്റെ 8 or 10 ഡെലിവറിയാണ് ഒരു ഡെലിവറി ബോയ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ സാധനം കിട്ടുന്നു, അപ്പുറത്തെ വീട്ടിലില്ല, അവരുടെ പൈസയില്ല, മാർക്കറ്റിൽ പോകാനും കാശില്ല. അപ്പോൾ അവർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഞങ്ങളുടെ കമ്പനി കടം തരുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് കിട്ടും, പിന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ 5ഉം 10ഉം ഡെലിവറിയായി പോയിരുന്ന കസ്റ്റമറിൻ്റെ ഓരോ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് ഞങ്ങൾ 25ഉം 30ഉം ഓർഡറുകളായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് മൈ ഡെലിവറിയും താഴത്തോട്ട് വന്നു. ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സും ഡബിൾ കൂടുതലായി, ഇരട്ടിയായി. അങ്ങനെയാണ് നോട്ട് നിരോധനത്തെ ഞങ്ങൾ നേരിട്ടത്. പക്ഷേ അപ്പോൾ കിടന്നൊരു വലിയ റിസ്ക് ഉണ്ട്, ഞങ്ങൾ ഈ കൊടുത്ത കടം മുഴുവൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കസ്റ്റമേഴ്സിനോട് എന്ത് വിശ്വാസം അങ്ങോട്ട് കാണിക്കുന്നോ അതിൻ്റെ ഇരട്ടി അവർ നിങ്ങളോട് തിരിച്ചു കാണിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഫ്രഷ് ഹോമിൻ്റെ 99.8% പൈസയും ഞങ്ങൾക്ക് 2 മാസങ്ങളിൽ തിരിച്ചു വന്നു. വെരി ഗുഡ്. മർജ, ഇവിടെ അഡ്വർടൈസിങ് ഏജൻസിയിലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ദൈവമേ ഒരു പൈസ പോലും കൂടാതെ ആണല്ലോ നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് മർജാൻ്റെ ബിസിനസ് 3 lakhs നിന്ന് 6 lakhs പോകുന്നത്. പക്ഷെ ഞങ്ങൾക്കൊക്കെ സന്തോഷപൂർവ്വം ഒരു കാര്യം പറയാൻ പറ്റും, ആദ്യത്തെ 3 ലക്ഷം കസ്റ്റമേഴ്സിനെ ഫ്രഷ് ഹോമിന് കിട്ടിയത് ഞങ്ങൾ പരസ്യക്കാരുടെ മാത്രം എഫേർട്ട് കൊണ്ടായിരുന്നു ആദ്യത്തെ 3 ലക്ഷം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കസ്റ്റമേഴ്സ് ഭയങ്കര ലോയലാണ്, സ്നേഹമുള്ളവരാണ്. സത്യത്തിൽ ഈ ബ്രാൻഡും കസ്റ്റമറും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാമുകനെ പോലെ പെരുമാറുന്നതായിരിക്കും അതിൻ്റെ യഥാർത്ഥ റൂട്ട്. എപ്പോഴും ഈ കാമുകന്മാരുടെ ജീവിതത്തിൽ എന്നറിയോ, എവ്രി ഡേ ഈസ് എ ന്യൂ ഡേ. അവർക്ക് മടുക്കുന്നില്ല. അപ്പോൾ ആ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തൽക്കാലം മാറ്റി നിർത്തുക, കാമുകനും എന്ന് പറയുന്ന ഒരു ഡെപ്തിൽ ഒരു ബ്രാൻഡും കസ്റ്റമറും കൂടെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ശരിക്കും നമ്മുടെ മലയാളികളെ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ പ്രണയത്തിലാക്കുന്ന 3 ബ്രാൻഡ് ഓണേഴ്സാണ് നമ്മുടെ ഇന്ന് കൂടെ ഉള്ളത്. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഓൺലൈൻ മാർക്കറ്റിംഗ് മതി, ഡിജിറ്റൽ അഡ്വർടൈസിങ് മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലർ കൃത്യമായ ഒരു ബാലൻസ് നോക്കുന്നുണ്ട്. ചിലർ ഇപ്പോഴും ആ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒരു 360 ഡിഗ്രി ലെവലിൽ ബ്രാൻഡ് അഡ്വർടൈസ് ചെയ്യുന്ന ബ്രാൻഡുകളാണ് 3 പേരും. അപ്പോൾ രാഹുലിനൊന്ന് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങളെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ട്രഡീഷണൽ കൺവെൻഷണൽ അഡ്വർടൈസിങ് ഓഫ്ലൈൻ അഡ്വർടൈസിങ് ആൻഡ് ദ ഡിജിറ്റൽ ന്യൂ മീഡിയ? അപ്പോൾ ഹീൽ ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത് വി വെർ നോട്ട് വെൽ വേഴ്സ്ഡ് ഇൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം നമുക്ക് അത്രയും അറിയത്തില്ലായിരുന്നു, അങ്ങനെ ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ഡിസ്പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് മണി നമ്മൾ സ്പെൻഡ് ചെയ്തത് ഔട്ട്ഡോറിലും
ബ്രാൻഡിങ്ങിലാണ് സ്പെൻഡ് ചെയ്തത്, കുറേ ഡിജിറ്റൽ സ്പെൻഡ് ചെയ്തു. ഒരു സമയത്ത് ഞങ്ങൾ ഡിജിറ്റലിൽ വളരെ ഹൈ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ചെയ്തിരുന്നു. ഫോർ എ കേരള ബ്രാൻഡ് വി വർ സ്പെൻഡിങ് നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 50 രൂപ 100 രൂപയൊക്കെ പ്രൊഡക്റ്റിനുള്ളൂ. അപ്പോൾ ഒരാൾ മേടിക്കുമ്പോൾ 2-3 സോപ്പോ അല്ലെങ്കിൽ ഒരു ലോഷനൊക്കെ മേടിക്കുള്ളൂ. അപ്പോൾ 300 രൂപയ്ക്ക് മേടിക്കാൻ വേണ്ടി നമ്മൾ 250 രൂപ ആഡ് കോസ്റ്റ് കൊടുത്തിട്ടാണ് കൺസ്യൂമറിനെ നമ്മൾ ചെയ്യുന്നത്. ആ ഡെലിവറി 100 രൂപയും വരും. നെഗറ്റീവാണ്. ഡിജിറ്റൽ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ ചെയ്യുന്ന വലിയ ബ്രാൻഡുകളൊക്കെ അറ്റ് സ്കെയിൽ ഹിസ് മോഡൽ ഇസ് ഡിഫറെൻറ്റ് ബിക്കോസ് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി ടഫ് ടു മേക്ക് മണി എന്ന് ഞാൻ മനസ്സിലാക്കി. കുറേ പൈസ പോയിട്ട് മനസ്സിലാക്കി, എന്നാലും മനസ്സിലാക്കി. അപ്പം എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ശരിക്കും ഇപ്പോഴത്തെ ടൈമിൽ ബാക്കിയുള്ള മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റിയാണ്. പ്രൈസ് കറക്റ്റ്ലി പ്രൈസ്ഡ് അല്ല. പല സാധനങ്ങളും ചിലപ്പോൾ നമ്മൾ നല്ലോണം നെഗോഷിയേറ്റ് ആണെങ്കിൽ പ്രൈസ് കുറച്ച് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവരും ഡിജിറ്റലിൽ പോയേക്കുന്നത് 50-60% സ്പെൻഡ് ഡിജിറ്റലാണ്. ആൻഡ് യു സ്പെൻഡ് സോ മച്ച് ടൈം ഓൺ ദ സ്ക്രീൻ, സോ ഇറ്റ് മേക്ക് സെൻസ്. യു കനോട്ട് നോട്ട് ഡു ഡിജിറ്റൽ. ബട്ട് അതർ മീഡിയംസിലേക്ക് ഞങ്ങൾ പോയി നല്ല രീതിയിൽ നമ്മൾ കുറേ ഔട്ട്ഡോറിലും പേപ്പറിലും പിന്നെ ഞങ്ങൾക്ക് വേറെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ വണ്ടികൾ ഓടുന്നതിന് വണ്ടികളിൽ ഫുൾ ബ്രാൻഡിങ്ങും അതിനൊക്കെ വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് പെർ വ്യൂ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ കുറേ, അല്ലെങ്കിൽ കോസ്റ്റ് പെർ ഇംപ്രഷൻ നോക്കുവാണെങ്കിൽ കുറവാണ്. തിയേറ്ററിൽ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 3-4 മാസം ഒരു 600 സ്ക്രീനിൽ റൺ ചെയ്തു. ആ കോസ്റ്റ് പെർ വ്യൂ ശരിക്കും നോക്കുവാണെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോയുടെ കോസ്റ്റ് പെർ വ്യൂ ആവുന്നുള്ളൂ. എന്നാൽ ഒരു തിയേറ്റർ സെറ്റിങ്ങിൽ ഇങ്ങനത്തെ സെറ്റിങ്ങിൽ ഇരുന്ന് ഡാർക്കായിട്ടിരുന്ന് കാണുന്നതും ആ ഇമ്പാക്റ്റും വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരു ബ്രാൻഡിനെ നമ്മൾ ഇപ്പോൾ ഡിജിറ്റലി ഒരുപാട് ബ്രാൻഡുകൾ ഒരു ക്ലട്ടർ പോലെയാണ്. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും പറഞ്ഞ ഒരു ബ്രാൻഡിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ട്രഡീഷണൽ അഡ്വർടൈസിങ് കൂടിയേ തീരുള്ളൂ. ലക്ഷ്യ വളരെ ശക്തമായ രീതിയിൽ ബ്രാൻഡ് പ്രസൻസ് ഉണ്ട്. സോ ഹൗ ഡു യു മാനേജ് ബിറ്റ്വീൻ ദീസ് ടു? എന്താണ് നമ്മൾ പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള മാസ് മീഡിയ ഒരു ഓഫ്ലൈൻ മാർഗത്തിന് എന്താണ് ഒരു അഡ്വാൻറ്റേജ് ദാൻ ദ ഡിജിറ്റൽ മീഡിയ? ഒന്ന്, ഏതാണ് നല്ലതെന്ന് പറയുന്നത്, അതായത് കൺവെൻഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആണോ അതോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ നല്ലത് എന്നുള്ള ക്വസ്റ്റ്യൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇൻഡസ്ട്രി ആൻഡ് പ്രൊഡക്റ്റ്. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ 14 വർഷമായിട്ട് ആദ്യത്തെ ഒരു 6-7 വർഷം കൺവെൻഷണൽ മാർക്കറ്റിംഗ് മാത്രമാണ് ലക്ഷ്യം ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 2016-2017 മുതലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലക്ഷ്യ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ അഗ്രസീവ്ലി ഒരു മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3-4 വർഷം ആവുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഈ ഒരു അഗ്രസീവായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻറ്റേർണലി വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തി. അതായത് എന്താണോ നമ്മൾ അത് മാത്രമേ നമ്മൾ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും സത്യസന്ധമായിരിക്കും എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. അതിനുവേണ്ടി ഇൻറ്റേർണലി ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നടത്തി. എന്താണോ നമ്മളിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതാണ് ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അതിപ്പോൾ നമ്മൾ കൺവെൻഷനലി ചെയ്താലും ഡിജിറ്റലി ചെയ്താലും അതാണ് ഇതിൻ്റെ ഒരു ബേസ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന കൺവെൻഷണൽ രീതി ചെയ്യുമ്പോൾ ബ്രാൻഡിന് ഒരു സൈസും ബിഗ്നസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നു. ഐ എം കമ്മിങ് ടു ദാറ്റ്. അതായത് നമ്മളിപ്പം നമ്മുടെ ആ മിക്സ് പ്രോപ്പർ ആയിരിക്കണം. അതായത് ഡിജിറ്റൽ ഇപ്പോൾ ഇന്നിപ്പോൾ ലക്ഷ്യയുടെ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി നോക്കുമ്പം നമ്മുടെ സ്പെൻഡിൻ്റെ ഒരു 65-68% നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റലിലാണ്. ബാക്കിയാണ് നമ്മൾ കൺവെൻഷണൽ മാർക്കറ്റിംഗ് ഇതിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിലിപ്പം നമ്മൾ ഡിജിറ്റലി ചെയ്യുന്നത് അതൊന്നും ലക്ഷ്യ ഒരു ബ്രാൻഡായതിനു ശേഷമാണോ? അതായത് ഓരോ വർഷവും ട്രെൻഡിനനുസരിച്ച് നമ്മൾ ആ സ്പെൻഡിൻ്റെ പ്രപ്പോർഷൻ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡിജിറ്റലി ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ്സ് ഡിജിറ്റലിനെ കോംപ്ലിമെൻ്റ് ചെയ്യും. കാരണം നമ്മുടെ വിസിബിലിറ്റി അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ട്രസ്റ്റ് അതല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് മാഗ്നാനിമിറ്റി ഒക്കെ ഫീൽ ചെയ്യിപ്പിക്കുക. ഓഫ് കോഴ്സ് ഒരു ഔട്ട്ഡോർ അതല്ലെങ്കിൽ ഒരു TV അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺവെൻഷണൽ പത്രം അതിലൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ഒരു ആളെ ഇപ്പോൾ ഡിജിറ്റലിൽ ഒരാൾ നമ്മുടെ പരസ്യം കാണുന്നു അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കാണുന്നു, അയാളെ ഡിസിഷൻ എടുപ്പിക്കാൻ ആക്ഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ബ്രാൻഡ് റീകോളിന് വേണ്ടിയിട്ട് കൺവെൻഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഹോർഡിങ് ഹെൽപ്പ് ചെയ്യും, TV ഹെൽപ്പ് ചെയ്യും, അതല്ലെങ്കിൽ മറ്റു പല ആക്ടിവിറ്റീസും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ബ്രാൻഡിനനുസരിച്ച് നമുക്ക് വേണ്ട വോളിയത്തിനനുസരിച്ച് ഇതെങ്ങനെ നമ്മൾ പ്രോപ്പർലി മിക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സക്സസിൻ്റെ കാര്യം. എനിക്കൊന്ന് ഫ്രഷ് ടു ഹോം ഏറ്റവും കൂടുതൽ ഞാൻ ഫ്രഷ് ടു ഹോമിൻ്റെ പരസ്യങ്ങൾ തുടക്കത്തിൽ കണ്ടത് പ്രിൻറ്റ് മീഡിയയിലാണ്. ഈവൻ മലയാളത്തിലുള്ള എല്ലാ പബ്ലിക്കേഷൻസിലും ധനത്തിലുമൊക്കെ വളരെ റെഗുലറായിട്ട് ഫ്രഷ് ടു ഹോമിൻ്റെ പരസ്യങ്ങൾ കാണുമായിരുന്നു. അത് ഞാൻ തുടക്കത്തിൽ പ്രിൻ്റ് മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ പ്രിൻ്റ് മാത്രം. അതിൻ്റെ ഒരു കാരണമുള്ളത് ഇപ്പോഴും ഈവൻ നാവും ഒരു മല്ലു കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ,
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രിൻ്റ് മീഡിയ എഫക്റ്റ് ആയിട്ടുള്ള സ്ഥലം കേരളമാണ്, ഒരു സംശയമില്ല. ഇപ്പോഴും പ്രിൻ്റ് മീഡിയയ്ക്ക് എത്രയേറെ എഫക്റ്റ് ഉള്ള ചില നല്ല പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ കൈയടിക്കാട്ടെ. വേറൊരു സ്റ്റേറ്റിൽ നമ്മുടെ നാടിൻ്റെ സാക്ഷരതയെ പറ്റിയാണ് അത് പറയുന്നത്. പ്രിൻ്റ് മീഡിയ മലയാളികൾക്കിടയിൽ പ്രിൻ്റ് മീഡിയയ്ക്ക് കൊടുക്കുന്ന സ്വാധീനം ഇപ്പോഴും ഡിജിറ്റൽ മീഡിയയ്ക്ക് ആയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഡാറ്റകൾ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്തൊരു വ്യത്യാസം, ഞങ്ങൾ ആദ്യകാലത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ആരായിരുന്നു അറിയാമോ? ഞങ്ങളുടെ ലക്ഷ്യം 30 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരായിരുന്നു. അവരായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. മീൻസ് 2012-15 ആ ഒരു ഏജുള്ള ആൾക്കാരാണ് ഇന്ന് വീട്ടിൽ എന്ത് വാങ്ങണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പിന്നെ IT മേഖലയൊക്കെ വലുതായപ്പോൾ ഞങ്ങൾ ആ ലക്ഷ്യം അതിൽ നിന്ന് താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് 25-35 ആക്കി. ഞാനിത് പറയുന്നത് ആ ടാർഗറ്റ് ഞങ്ങൾ മാറ്റുമ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ പരസ്യത്തിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും സ്വഭാവവും അതിൻ്റെ നിറവും ഒക്കെ മാറും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവരാണ്. മീൻസ് അവരാണ് ഇപ്പോൾ വീടുകളിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ്, അതായത് മീനും മീറ്റും ഇന്ന് എന്ത് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പനും അമ്മയും ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയി ഒരു സാധനം മേടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, പിള്ളേർ പറയും എന്ത് മേടിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതുവരെ ഇല്ലാതിരുന്ന കുറച്ച് പൈസ കൊടുത്തിട്ടാണെങ്കിലും രൺവീർ സിംഗിനെ ഞങ്ങളുടെ അകത്തേക്ക് കൊണ്ടുവന്നത്. അതായത് നമ്മളാണ് ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മളെ ടാർഗറ്റ് ആരാണ്, ആ ടാർഗറ്റിന് എന്താണ് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ മാർക്കറ്റിങ്ങിൽ പോകാൻ. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക് നോക്കിയാൽ നമ്മുടെ കസ്റ്റമേഴ്സ് അവൻ ആരാണ്, അവൻ്റെ വേഷം എന്താണ്, അവൻ സഞ്ചരിക്കുന്ന വാഹനം എന്താണ്, അവൻ സംസാരിക്കുന്ന ഭാഷ, അവൻ കഴിക്കുന്ന ഭക്ഷണം, ആ കസ്റ്റമറുടെ ഇൻ ആൻഡ് ഔട്ട് ഡീറ്റെയിലേക്ക് നമ്മൾ കടക്കുന്തോറും നമ്മുടെ ബ്രെയിൻ, മാർക്കറ്റിംഗ് ബ്രെയിൻ ഉണരുകയാണ്. എനിക്ക് മതിജായം പറഞ്ഞപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയങ്ങളിലും നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മളും നമ്മുടെ ഐഡിയേഷനും കോർ ടീമിൻ്റെ ഇപ്പോൾ ആഫ്റ്റർ 6 months എന്തെന്ന് എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ചേഞ്ചിൻ്റെ ഒപ്പം വരികയാണ്. ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡുകൾക്കൊക്കെ ഒരു ബ്രാൻഡ് അംബാസിഡറുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോടികൾ വിലമതിക്കുന്ന, നമ്മൾ ഫിസിക്കലി അവരെ കിട്ടാൻ വേണ്ടി 5-10 കോടി ആവുള്ളെങ്കിലും ഒരു ബ്രാൻഡ് അംബാസിഡർക്ക് ആക്ച്വൽ റീച്ച് ഒരുപാട് മുകളിലാണ്. അവരുടെയൊക്കെ വാല്യൂ, നെറ്റ്വർത്ത് വാല്യൂ നോക്കിയാൽ മോർ ദാൻ 500,000 crores ആണ് വാല്യൂ. അങ്ങനെയുള്ള ബ്രാൻഡ് അംബാസിഡേഴ്സിനെ ഓരോ ബജറ്റ് അനുസരിച്ച് യൂസ് ചെയ്തിട്ടുള്ളവരാണ് ഇത് മൂന്നും. സോ ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കിടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സഞ്ജു സാംസൺ, കേരള ബ്ലാസ്റ്റേഴ്സ് അവരെയൊക്കെ ഹീല് യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു. ഇവൻ ലക്ഷ്യയ്ക്ക് നമ്മുടെ സ്വന്തം ലാലേട്ടനെ യൂസ് ചെയ്തിരിക്കുന്നു. ഫ്രഷ് ടു ഹോമിന് ഒരു നാഷണൽ മാർക്കറ്റിന് വേണ്ടി രൺവീർ സിംഗിനെ യൂസ് ചെയ്തിരിക്കുന്നു. ഹൗ എഫക്റ്റീവ് ദിസ് ബ്രാൻഡ് അംബാസിഡർ ഫോർ എ ബ്രാൻഡ്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ ആണ് തുടങ്ങിയ സമയത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്പോൺസർ ചെയ്തത്. അപ്പം അന്ന് നമ്മുടെ ബ്രാൻഡ് അങ്ങനെ ഒട്ടും അറിയുന്ന ഒരു ഇതല്ല, ആർക്കും അറിയത്തില്ല. സോ ആ ഒരു സ്റ്റേജിൽ 0 to 1 എന്നുള്ള രീതിയിൽ ആൾക്കാരെ അറിയപ്പെടാനായിട്ട് അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് ബ്രാൻഡിങ്ങിൽ ഇത് ചെയ്യുമ്പം. അപ്പം നമ്മൾ നോക്കുന്ന 2-3 സ്റ്റേജ് ഉണ്ട്. ഒന്ന് അവയർനെസ് ക്രിയേഷൻ, പിന്നെയാണ് ആക്ച്വൽ ഡിമാൻഡ് ജനറേഷൻ. അപ്പോൾ ആ സ്റ്റേജിൽ നമുക്ക് ട്രേഡിലൊരു കോൺഫിഡൻസ് വരുത്തണം, കടക്കാർ സ്റ്റോക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കിട്ടണം. ആ ഒരു സ്റ്റേജിന് നമുക്ക് അന്നത്തെ ഇതിൽ നമുക്ക് സഞ്ജു സാംസണെയും കേരള ബ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് നല്ല ഗുണമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അത് സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് റിക്വയർസ് സംതിങ് എൽസ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ പിന്നെ ബ്രാൻഡ് അംബാസിഡർ എടുത്ത് പോയിട്ടില്ല. സോ ബേസിക്കലി നമ്മളിങ്ങനെ നോക്കിയാൽ ആദ്യത്തെ ഒരു അറ്റൻഷൻ സ്റ്റേജിലും ഒരു ഇൻട്രസ്റ്റ് സ്റ്റേജിലും വരെ ഇവർക്ക് റോളുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഫൈനലി ദ പ്രൊഡക്റ്റ് ഈസ് എ ഹീറോ. ഇല്ല, ഐ വിൽ നോട്ട് സേ ദാറ്റ്. വാട്ട് ഐ സെഡ് ഇസ് ഫോർ അസ് ഇറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അന്ന് അത് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചിലപ്പം വി വുഡ് ഹാവ് നീഡഡ് എ ഡിഫറെൻറ്റ് ബ്രാൻഡ് അംബാസിഡർ ഫോർ ദ പ്രൊഡക്റ്റ് വെർ ദ ഫിറ്റ് വുഡ് ഹാവ് ബീൻ പ്രോഡക്റ്റ് മേടിക്കാൻ. നമ്മുടെ ബജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യണമല്ലോ. നമുക്ക് ഇപ്പം ലാലേട്ടിന് വെച്ചിട്ട് നമ്മൾ സ്ക്വാഡ് വിൽക്കാൻ നോക്കിയാൽ നല്ലോണം വിൽക്കാൻ പറ്റിയേക്കാം, പക്ഷേ ലാലേട്ടിന് നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റണമല്ലോ. അപ്പം സ്ക്വാഡ് നമ്മുടെ വിൽക്കാനും ഉണ്ടാവണം, സ്ക്വാഡ് വിൽക്കാനും ഉണ്ടാവണം. അതുണ്ട്. അപ്പം ഞങ്ങൾ നോക്കിയപ്പം വേറെ ഒരു രീതി നോക്കി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ഒരു കൺസ്ട്രെയിൻസ് വെച്ച് ഞങ്ങൾ വർക്ക് ചെയ്യാൻ നോക്കിയപ്പം let us try and make the product also our brand ambassador, A with quality and B with price, because price sells in India. Price work ചെയ്യും. സോ ഇപ്പോൾ 5 ലിറ്റർ നമ്മൾ 299 കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അത്രയും ടണ്ണേജ് പോകാൻ തുടങ്ങിയത്. സോ അത് ഒരു വേ ആണ്. പക്ഷേ ഇവൻച്വലി ടു ബിൽഡ് ദ ബ്രാൻഡ് വി വിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു ഗോ ഫോർ എ ബ്രാൻഡ് അംബാസിഡർ. ബട്ട്
യു വിൽ നീഡ് ടു ഹാവ് സിഗ്നിഫിക്കൻറ്റ് ബഡ്ജറ്റ്സ്. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ബ്രാൻഡ് അംബാസിഡറിൻ്റെ പൈസ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമല്ലോ. ആഡ് ഫിലിം പിടിക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിനെല്ലാം സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ്. അപ്പോൾ ഒരു ബ്രാൻഡ് അംബാസിഡർ കൊടുക്കുന്ന ഇത്ര X കോടികൾ മാത്രമല്ല, അതിൻ്റെ ഒരു 3x കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്താൽ ആ റാഷണലി അത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഇത് വരുമ്പോൾ നമുക്ക് അതിനുള്ള സെയിൽസും കൂടെ വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ ഹീല് ഫുൾ, അതായത് പ്രൊഡക്ഷൻ്റെ ഫുൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് പറയും, ഹീലിന് കുറച്ച് സ്റ്റോക്ക് കമ്പനിയിലവിടെ ബാക്കി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴേ നമ്മൾ പരസ്യക്കാരെയൊക്കെ വിളിച്ച് പുതിയ ബ്രാൻഡ് അംബാസിഡേഴ്സിനെയൊക്കെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് മലബാർ ഗോൾഡിൻ്റെ പഴയ ക്യാമ്പയിനൊക്കെ ഓർക്കുമ്പോൾ അറിയാം, ലാലേട്ടൻ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസിഡറാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ ലാലേട്ടൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ബ്രാൻഡ് നമ്മൾ ഐ വർക്ക് വിത്ത് ലാലേട്ടൻ ഫോർ മൈജി, ഗോൾഡ് മെഡൽ, ഏഷ്യാനെറ്റ്, ബിഗ് ബോസ്, അങ്ങനെ മെനി പ്രൊജക്ട്സ് ലാലേട്ടൻ വെച്ച് MCRനൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഈ ബ്രാൻഡിൻ്റെ വളർച്ചയിലും കൂടെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസിഡറാണ്. സോ ഹാവിങ് എ റൈറ്റ് ബ്രാൻഡ് അംബാസിഡർ ഈസ് എ റൈറ്റ് ഡിസിഷൻ. ലക്ഷ്യം എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? കറക്റ്റ്, ആസ് യു സെഡ് ഈസ് റൈറ്റ്. നമ്മൾ 2011 മുതൽ ശരിക്കും 2021 ലക്ഷ്യ ആദ്യമായിട്ട് ബ്രാൻഡ് അംബാസിഡറെ കൊണ്ടുവരുന്നത്. രവിശാസ്ത്രി ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ബ്രാൻഡ് അംബാസിഡർ. അതിനുശേഷമാണ് പിന്നീട് ലാൽ സാറിലേക്ക് എത്തുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതലും ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ശരിക്കും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് സെഗ്മെൻറ്റ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ കേരളത്തിൽ ശരിക്കും 12ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയെ ഡോക്ടറാക്കുക, എൻജിനീയർ ആക്കുക എന്നുള്ളതാണ് ഏതൊരു പാരൻറ്റിൻ്റെയും നമ്മൾ 2011 തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന സ്വപ്നം. ഇന്നതിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേൾഡിൽ നമ്മൾ ഇന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ 140 കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ. ഇന്ന് വേൾഡിലേക്ക് വേണ്ട ഫിനാൻസ് പ്രൊഫഷണൽസിൻ്റെ എണ്ണവും ലക്ഷങ്ങളാണ്. ഇത്രയും കുട്ടികൾ ഫിനാൻസ് പ്രൊഫഷണൽസായി മാറുന്നില്ല ആക്ച്വലി. കാരണം ഫിനാൻസ് കൊമേഴ്സ് മേഖലയിലുള്ള അവയർനെസ് ഇല്ലായ്മയാണ് അതിൻ്റെ കാരണം. എത്രയും പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ ആവാൻ പറ്റുന്ന കോഴ്സുകളാണ് ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 140 കോടി ജനങ്ങളിൽ ഏറ്റവും അഭ്യസ്തവിദ്യരായിട്ടുള്ള, അല്ലെങ്കിൽ വേൾഡിലേക്ക് മൊത്തം നമ്മളിന്ന് നോക്കുവാണെങ്കിൽ പ്രൊഫഷണൽസിനെ സപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ ഈ കേരളത്തിൽ ഒരു വർഷം പഠിച്ചിറങ്ങുന്ന ഇത്രയും കുട്ടികൾ എന്തുകൊണ്ടാണ് കൊമേഴ്സ് പ്രൊഫഷണൽ ആവാത്തതെന്ന് പറഞ്ഞാൽ ഇവർക്കിത് അറിയില്ല, ഇതിൻ്റെ സ്കോപ്പ് അറിയില്ല, ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായത്? 21 വയസ്സിൽ തുടങ്ങിയപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാമായിരുന്നെങ്കിലും പിന്നീടുള്ള ജേണിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു മാഗ്നാനിമിറ്റി ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്ര ആളുകളിലേക്ക് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എത്തിക്കാൻ, പിന്നെ അതുപോലെ നമ്മുടെ ബ്രാൻഡ് പൊസിഷൻ ചെയ്യാൻ വളരെ ക്രെഡിബിളായ ഒരാൾ ബ്രാൻഡ് അംബാസിഡറായിട്ട് നമുക്ക് വേണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ നോക്കുമ്പം കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ലാൽ സാർ തന്നെയാണ്. കാരണം വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി, അദ്ദേഹം ആളുകളിൽ ചെലുത്തിയിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ചെറുതല്ല. അതായത് ചെറിയ കുട്ടികൾ മുതൽ ലാലേട്ടനിലേക്ക് വരുന്നതിന് മുമ്പ് രവിശാസ്ത്രിയിലൂടെയാണ്. അതെ, നമ്മളൊരു പാൻ ഇന്ത്യ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു കേരള കമ്പനി എന്നതിലുപരി ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള രീതിയിലൊരു പ്രസൻസ് നമുക്ക് ഔട്ട്സൈഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ 2023 നമ്മൾ നോക്കുമ്പം കേരളത്തിലേക്ക് പരമാവധി ആളുകളിലേക്കും കൊമേഴ്സിൻ്റെ സ്കോപ്പ് എത്തിക്കണം. കാരണം ഇത്ര കാലമായിട്ടും ആളുകളിലേക്ക് നമ്മളിപ്പോൾ 2011 മുതൽ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ടെങ്കിലും ആളുകളിലേക്ക് ഇത് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇപ്പോൾ ലാൽ സാറിനെ പോലെ ഒരാൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ഇത് ശ്രദ്ധിക്കും. അതായത് കൊമേഴ്സ് ഈസ് ഗ്രോയിങ്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് അപ്കമിങ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ 21 വയസ്സിൽ ലൈഫ് സെറ്റാകുമെന്ന് ലാൽ സാറ് പറയുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവും. നമ്പർ 1. നമ്പർ 2, ഒരു ബ്രാൻഡ് പൊസിഷനിങ് സംഭവിക്കും. അതായത് ബ്രാൻഡ് പൊസിഷനിങ് പ്രോപ്പർലി നമുക്ക് ചെയ്യാൻ ഒരു ബ്രാൻഡ് അംബാസിഡർ പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ നടക്കും. പക്ഷെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ് അംബാസിഡർ, അതുപോലെ തന്നെ നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ നമുക്ക് ബ്രാൻഡ് അംബാസിഡർ മാത്രം എടുത്തതുകൊണ്ട് കാര്യമില്ല. പരസ്യം ചെയ്യാനുള്ള ബഡ്ജറ്റും കൂടെ പ്രോപ്പറായിട്ട് ഉണ്ടാവണം. അതായത് ബ്രാൻഡ് അംബാസിഡർ എടുക്കുകയും പ്രോപ്പറായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് പ്രോപ്പർലി നമ്മൾ യൂസ് ചെയ്യും വേണം. എന്നാലേ ബ്രാൻഡ് അംബാസിഡർ എടുക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. സ്വാഭാവികമായിട്ട് പല ബ്രാൻഡുകൾക്കും സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ കണ്ടേക്കുന്നത്, ബ്രാൻഡ് അംബാസിഡർ വരുന്നതിന് മുമ്പ് ഇത്തിരി കൃത്യമായി പോയിരുന്ന ഒരു ബിസിനസ് ബ്രാൻഡ് അംബാസിഡർ വന്നതിന് ശേഷമുള്ള ഒരു വോളിയം ഓഫ് ബിസിനസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയും വന്നിട്ടുണ്ട്. അല്ല, അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന വോളിയം പ്രോപ്പർലി കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റേർണൽ സിസ്റ്റം നമുക്ക് ഉണ്ടാവണം. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ആളുകളാണെങ്കിലും, കസ്റ്റമർ സപ്പോർട്ടാണെങ്കിലും, ഇത് പ്രോപ്പറായിട്ട് ചെയ്യാതെ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ആയിരിക്കും ഫലം.
കാരണം ഈ വോളിയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. കാരണം മാർക്കറ്റിങ്ങിൽ നമ്മൾ ആ വോളിയം എത്രയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അത് കാറ്റർ ചെയ്യാനുള്ള പ്രോപ്പർ സെയിൽസ് മെഷീനറിയും സർവീസ് മെഷീനറിയും ഒന്നും നമ്മൾ ചെയ്യാതെ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങരുതെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ യു ടുക്ക് നിയർലി 10 years ടു ടേക്ക് എ ഡിസിഷൻ അല്ലേ, ഒരു നല്ല ബ്രാൻഡ് അംബാസിഡറിലേക്ക് വരാൻ? യെസ്. അത് വളരെ റെസ്പെക്റ്റോടുകൂടി കാണുന്നു. നമ്മുടെ ഒരു മലയാളി തുടങ്ങിയ ബ്രാൻഡിന് രൺവീർ സിംഗ് ഒക്കെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരിക. ഇതുവരെ ബ്രാൻഡ് അംബാസിഡർമാരെ ആരെയും വെക്കാതെ നേരെ പോയി സാക്ഷാൽ രൺവീർ സിംഗിനെ തന്നെ കളത്തിൽ ഇറക്കിയിരിക്കുകയാണ് ഫ്രഷ് ടു ഹോം. എങ്ങനെയാണ് രൺവീർ സിംഗിലേക്ക് എത്തുന്നതിന് പുറകിൽ? കാരണം ഇപ്പോഴും നമ്മുടെ ബിസിനസ്സിലെ ഒരു മേജർ പെർസെൻറ്റേജ് മലയാളി കസ്റ്റമേഴ്സ് തന്നെയല്ലേ? ഒരു ബേസിക് മലയാളികൾ തന്നെയാണ്. ബേസ് ഇപ്പോഴും മലയാളികളാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എവിടെ പോയി തുടങ്ങിയാലും ആദ്യം ബേസ് മലയാളിയിൽ നിന്ന് തുടങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഗ്രാജുവലി ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഇപ്പോൾ ഒരു 20% മലയാളി കസ്റ്റമേഴ്സ് എന്ന് പറയും. കാരണം മറ്റ് സംസ്ഥാനങ്ങളുള്ളവർ നമ്മുടെ ഇതിനകത്ത് കയറി വന്നു. അതിനൊക്കെ ഈ രൺവീർ സിംഗിൻ്റെ കയ്യിൽ ഫ്രഷ് ഹോം വെച്ചതൊക്കെ ഭയങ്കര പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഇപ്പോൾ ഇവിടെ ലക്ഷ്യ പറഞ്ഞ മാതിരി നമ്മളൊരു ബ്രാൻഡ് അംബാസിഡർ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വേണം അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ മുടക്കി വേണം നമ്മളിത് ടി വിയിലൊക്കെ കൊടുക്കാൻ. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടത് അവരെ കൊണ്ടുവന്നാൽ ഉണ്ടാവുന്നൊരു വളർച്ചയുണ്ടല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പുറത്ത് ചെയ്തു വെക്കണം, സെറ്റപ്പ് ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ബോംബെയിൽ അന്ന് പൂനെയിൽ ഒരു ഫാക്ടറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രൺവീർ സിംഗിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പുറത്തിറക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ബോംബെയിലെ തലോജയിൽ ഒരു ഫാക്ടറി തുടങ്ങിയിരുന്നു. മീൻസ് അങ്ങനെ ഞങ്ങൾ അതിനു മുമ്പേ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രൺവീർ സിംഗിനെ കൊണ്ടുവന്ന് വെറുതെ ആയിപ്പോനെ, അത് നെഗറ്റീവായി പോനെ. മീൻസ് കാരണം ആ ഓർഡറിൻ്റെ വോളിയം അതനുസരിച്ച് മാറുമ്പോൾ അത് നമ്മൾക്ക് പണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്ത് നോക്കി കൊടുത്തിരുന്നോ അതേ ക്വാളിറ്റി മെഷർമെൻ്റൊക്കെ നടത്തി പോകണമെങ്കിൽ ആ ഏരിയ കൊള്ളില്ല എന്ന് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ടാണ് നമ്മൾ ബോംബെയിലെ ഫാക്ടറി തുടങ്ങിയത്. അപ്പോൾ എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡ് അംബാസിഡർ തന്നെ ആഗ്രഹമുണ്ടെങ്കിലും അവർക്കതൊന്നും എപ്പോഴും പോസിബിൾ അല്ല. പല പല കാര്യങ്ങൾ കൊണ്ട് അത് തടസ്സം വരാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ജനറലി നമ്മുടെ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഫ്ലഡ് ഓഫ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഡിജിറ്റലി സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഓരോ പ്രോഡക്ട്സിന്, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രോഡക്ട്സിന് അത് ഗുണകരമാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഞങ്ങൾ ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിന് വേണ്ടി ഒത്തിരി പൈസ മുടക്കുന്ന ഒരാൾക്കാരല്ല. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന് ഒരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യും. ആദ്യത്തെ ഡ്യൂട്ടി എന്നത് നമ്മൾ ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ആ ബ്രാൻഡ് അവരുടെ മനസ്സിലുണ്ടല്ലോ, അത് കെട്ടുപോകാതെ നമ്മൾ നോക്കിയാൽ മതി. നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫ്രഷ് ടു ഹോം ഒരു മാസം 3-4 ദിവസമെങ്കിലും മിനിമം പ്രിൻ്റ് മീഡിയയിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പല പരസ്യങ്ങളും ചെയ്യുമായിരുന്നു. പക്ഷെ ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങളുടെ അവയർനെസ് എന്തോരം ഉണ്ട്, എങ്ങനെയുണ്ടെന്നൊക്കെ ഞങ്ങൾ സർവേ എടുത്തിട്ട് കഴിയുമ്പോൾ ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴേ ഒരു പ്രിൻ്റ് മീഡിയ കൊടുക്കുന്നുള്ളൂ. നമ്മൾ എപ്പോഴും മാർക്കറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ പൈസ ചിലവഴിക്കേണ്ടത് നമ്മുടെ ബ്രാൻഡിനെ ബ്രാൻഡാക്കി ആൾക്കാരുടെ ഇടയിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നവിടം വരെയാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് അതിനെ ഓർമ്മപ്പെടുത്തലായിരിക്കണം. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ധനത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ഇവിടെ വന്നത്. ഞാനിവിടെ വന്നതിൻ്റെ പിന്നിൽ ഒരു സ്വകാര്യ ഒരു അസൂയ എന്തെങ്കിലും അല്ല, ഒരു ചെറിയ നേട്ടമുണ്ട് എനിക്കും, ഇല്ലേ? സ്വകാര്യ ആവശ്യം, ഒരാവശ്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഞാൻ ഇഷ്ടംപോലെ കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവർ വിളിക്കുന്നതിൻ്റെ സ്നേഹത്തിനപ്പുറത്ത് എനിക്കും കമ്പനിക്കും എൻ്റെ ബ്രാൻഡിനും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭമുണ്ട്. ഇപ്പം നിങ്ങൾ ഇത്രയും പേരുടെ മുമ്പിൽ ഫ്രഷ് ടു ഹോം 10 പ്രാവശ്യങ്ങളും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. മീൻസ് അതാണ് നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ എപ്പോഴും റീകോൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം ആൾക്കാരുടെ ഇടയിൽ. അതിന് നല്ലൊരു സാധനമാണ് നമ്മുടെ FM റേഡിയോ ഇല്ലേ? FM റേഡിയോ പരസ്യം കൊടുത്താൽ ഒരിക്കലും അതുകൊണ്ട് ഓർഡർ കൂടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ ഡാറ്റ വെച്ച് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ റീകോൾ ചെയ്യാൻ ആൾക്കാരുടെ മനസ്സിൽ ഈ സാധനത്തിന് ഇങ്ങനെ കൊണ്ടിടാൻ അത് നല്ലൊരു സാധനമാണ്. അങ്ങനെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ യൂട്യൂബ് ചാനലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ള പൈസ കൊടുത്ത് അത്ര വലുതായിട്ട് അങ്ങനെ പോയിട്ടില്ല. ലക്ഷ്യ ആ കാര്യത്തിലുള്ള ഒരു ഡിസിഷൻ എന്താണ്, ഒരു സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ? ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ അതൊരു പ്രോപ്പർ സെലക്ഷൻ അല്ലെങ്കിൽ അതാണ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ അവർ ബ്രാൻഡ് ആൻഡ് പ്രൊഡക്റ്റ്. കാരണം ആ ഇൻഫ്ലുവൻസറെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രാൻഡുമായിട്ടും നമ്മുടെ പ്രൊഡക്റ്റുമായിട്ടും മാച്ച് ആവുന്നുണ്ടോ, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ
പാളിപ്പോവാനാണ് സാധ്യത കൂടുതലും. കാരണം എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മുടെ ബ്രാൻഡ് ആളുകളിലേക്ക് എത്തിക്കുക എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, അതല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സെഗ്മെൻറ്റ് നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു സ്വഭാവമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്വഭാവമായിട്ട് ഇണങ്ങുന്നുണ്ടോ എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ അതൊരു ബാക്ക് ഫയർ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. പോസിറ്റീവിനേക്കാൾ ഉപരി അതൊരു നെഗറ്റീവ് ഒരു പബ്ലിസിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് പല രീതിയിലും ഇങ്ങനെ ചെയ്യുന്ന ക്യാമ്പയിൻസ്. ഇതിൽ ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഞങ്ങൾക്കറിയാവുന്നൊരു ബ്രാൻഡുണ്ട് പൂനെയിൽ. അവരവിടുത്തെ ഒരു യൂട്യൂബുകാരനെ കൊണ്ട് സാധനം ചെയ്യിച്ചു. പുള്ളി നല്ല പൈസ കൊടുത്തൊക്കെ ചെയ്തോ, പക്ഷെ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിപ്പോയി. കാരണം അതേ യൂട്യൂബർ 3-4 മാസം മുമ്പ് വേറൊരു ബ്രാൻഡ് ചെയ്തിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളായ ആ ബ്രാൻഡ് അങ്ങനത്തെ ഒരു ബാഡ് മാർക്ക്. പക്ഷെ അയാൾക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇവർ കയറി അയാളെ കൊണ്ട് ചെയ്തത്. ഇത് സംഭവിക്കും. കാരണം ഈ ബ്രാൻഡ് അംബാസിഡേഴ്സ് നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ദേ ആർ ലോയൽ ടു ദ ബ്രാൻഡ്. ഒരു വർഷത്തെ അല്ലെങ്കിൽ 2-3 വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്താണ് വരുന്നത്. അവരൊരു കോമ്പറ്റീറ്റർ ആക്ടിവിറ്റീസിനോ ഇനോഗ്രേഷനോ പ്രോഡക്റ്റ് ലോഞ്ചിനോ ഒന്നിനും പോകില്ല. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സിന് വി ആർ പേയിങ് എ സ്മോൾ എമൗണ്ട്. അതുകൊണ്ട് ഒരു 2 മാസം കഴിയുമ്പോൾ അവർ അടുത്ത പ്രോഡക്റ്റിനെ എൻഡോസ് ചെയ്യും. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ആ ഒരു ക്രെഡിബിൾ പോയിന്റിൽ ബ്രാൻഡ് അംബാസിഡേഴ്സിന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഇൻഫ്ലുവൻസേഴ്സിന് കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് ബൗൺസ് ചെയ്യുകയും ചെയ്യും. സോ ഐ തിങ്ക് ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് ദേ വർ മെൻഷനിങ് ചില കാര്യങ്ങൾ വർക്ക് ചെയ്യും. അപ്പം ഹീൽ തുടങ്ങിയ സമയത്ത് നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ഇതിന് നല്ലതായിരുന്നു. ഇപ്പോൾ സ്ക്വാഡാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്. അതിലാണെങ്കിൽ നമ്മൾ ആകെ 1-2 വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് മലയാളി ക്രൗഡിലേക്കാണ് പോകുന്നത്. ഇത് ശരിക്കും 299 ഇത് വർക്ക് ചെയ്യോ എന്ന് തന്നെയാണ് ഇൻഫ്ലുവൻസറിന് നമ്മൾ ചോദിച്ചിട്ട് അവർ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഒന്ന് ചെയ്തത്. പക്ഷേ എനിക്കൊരു എക്സാമ്പിൾ പറയാനുള്ള എൻ്റെ വൈഫിന് ഒരു കേളി ഹെയർ ബ്രാൻഡ് ഉണ്ട്, ഷുഗുബു കേൾസ്. അതിൽ ഈ ഹെയർ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞാൽ അവർ ഭയങ്കര ഹെയർ സ്റ്റൈലിസ്റ്റ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഭയങ്കര ക്രെഡിബിലിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ ഷീ സ്പെൻഡ്സ് ഓൺലി മണി ഓൺ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ഇറ്റ് വർക്ക്സ് ഫോർ. അത് പ്രോഫിറ്റബിൾ ആയിട്ട് ഡിജിറ്റലി ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം കാറ്റഗറി ടു കാറ്റഗറി ഇറ്റ് മൈറ്റ് വർക്ക്. ഫോർ ഹെർ ഇറ്റ് വർക്ക്സ്, ബട്ട് ഫോർ മീ ഐ സ്പെൻഡ് വെരി ലിറ്റിൽ ബിക്കോസ് വി ഡോണ്ട് ഫൈൻഡ് ദ റൈറ്റ് ഫിറ്റ്. അല്ല വെറുതെ കയറി കുറേ ആൾക്കാർ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇംപ്രഷൻസ് ഡു നോട്ട് നെസസറിലി ക്രിയേറ്റ് വാല്യൂ ഫോർ ദ ബ്രാൻഡ്. കുറേ പേര് കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല. എക്സാക്ട്ലി. അപ്പം നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്ന ഒരു പോയിൻ്റാണ്, എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആവുന്ന ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ നമുക്ക് കറക്റ്റ് ആവണമെന്നില്ല. ഒരുപാട് പെയിൻ എടുത്ത് തന്നെ വേണം അത് ഡിസൈഡ് ചെയ്യാൻ ഏത് ഇൻഫ്ലുവൻസറാണ് നമുക്ക് ഗുണം ചെയ്യുന്നത്. സാർ നേരത്തെ പറഞ്ഞ പോലെ പൂനെയിൽ അത് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ പണ്ട് ഇങ്ങനെ കേട്ടിട്ടില്ലേ, വി ഡോണ്ട് നീഡ് ടു ബി ഫാസ്റ്റ്, സ്ലോ ആണെങ്കിലും അത് സ്റ്റഡി ആയിട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ വളരെ ധൃതി പിടിച്ച് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൽ ബ്രാൻഡ് വാല്യൂ തകർത്ത് കളയാതെയും കൂടെ നമ്മൾ നോക്കണം. അതിന് കുറച്ച് സെൻസ് ഉപയോഗിക്കണം. ആ പറഞ്ഞതിൽ നിന്ന് ഒരു സ്വകാര്യ ആവശ്യത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഓൾ കുഡോസ് ടു കുര്യൻ സാർ, മിസ്സസ് കുര്യൻ, അനൂപ്, വിജയ്, ധനം ടീമിനെ മുഴുവൻ അഭിനന്ദിക്കുന്നു. കാരണം എൻ്റെ ഫാദർ എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു സക്സസ്ഫുൾ പ്രൊഫഷണൽ ആവണമെങ്കിൽ യു നീഡ് ടു ഗെയിൻ മാക്സിമം റിലേഷൻസ്, മാക്സിമം കോണ്ടാക്ട്സ്. ബന്ധങ്ങളാണ് നിന്നെ ഉയർത്തുന്നതെന്ന് സ്കൂൾ അധ്യാപകനായിരുന്ന എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇന്ന് കാണുന്നതും മാത്യു സാർ പറഞ്ഞതാണ്, ഏത് ഏജ് ആണെങ്കിലും, നമ്മളിപ്പോൾ ഡിജിറ്റൽ ഏജ് ആണെങ്കിലും അതിന് മുമ്പുള്ള കൺവെൻഷണൽ ഏജിലൊക്കെ ആണെങ്കിലും, ദ മോർ വി ഇൻറ്ററാക്ട് വിത്ത് പീപ്പിൾ, ഇതുപോലുള്ള ഇവൻറ്റുകളിൽ പോവുക, പരസ്പരം നെറ്റ്വർക്ക് ചെയ്യുക. കാരണം നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും ഇമ്മീഡിയറ്റ് ഒരു ബിസിനസ് നമുക്ക് കണക്റ്റഡ് ആവില്ലായിരിക്കാം, പക്ഷേ ഗ്രാജുവലി നമ്മുടെ സക്സസ്സിൽ ഒരു വലിയ പാർട്ടായിട്ട് അത് മാറുന്നുണ്ട്. സോ ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ചെറുപ്പത്തിൽ പോപ്പി കുടയുടെ പരസ്യത്തിന് ശേഷം ജോൺസിൻ്റെ പരസ്യം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്നെപ്പറ്റി ധനത്തിലൊരു വലിയ കവറേജൊക്കെ കൊടുത്ത് എന്നെയും പേഴ്സണലി എൻ്റെ കരിയറിൽ ഉയർത്താനായിട്ട് ധനം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. സോ നമ്മൾ കാലങ്ങൾ മാറി വരുമ്പോഴും നമ്മുടെ അഡ്വർടൈസിങ്ങിലും മാർക്കറ്റിങ്ങിലും ബ്രാൻഡിങ്ങിലും ഒക്കെ വരുത്തേണ്ട മാറ്റങ്ങളിൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ ഏത് മാർക്കറ്റിലാണ്, എന്താണ് നമ്മുടെ കപ്പാസിറ്റി, ആരാണ് നമ്മുടെ കസ്റ്റമർ, ആ കസ്റ്റമറിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ, ആ പാറ്റേണിൽ ഇണങ്ങി നമ്മളെങ്ങനെ അഡ്വർടൈസ് ചെയ്യാം എന്നുള്ളതിനാണ് നമ്മൾ കൂടുതൽ ഒരു പ്രയോറിറ്റി നമ്മൾ ചിന്തയ്ക്ക് കൊടുക്കേണ്ടത്. ഒരു ബ്രാൻഡ് പെർഫോം ചെയ്യുന്ന ഇത് മൂന്നും വേറിട്ട ബ്രാൻഡുകളാണ്. ഫസ്റ്റ് ഹോമിൻ്റെ ഒരു സ്ട്രാറ്റജിയും ലക്ഷ്യയിൽ ആപ്ലിക്കബിൾ അല്ല. ലക്ഷ്യ പോകുന്ന രീതിയിൽ ഹീലിന് പോകാൻ പറ്റില്ല. സോ ഓരോ ബ്രാൻഡ് ഓണേഴ്സിനും
വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അവരുടെ കൂടെയുള്ള ഒരു ലോയൽ ടീമുമായിട്ടും ഞങ്ങളെപ്പോലുള്ള അഡ്വർടൈസിങ് ഏജൻസികളൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിച്ചും ബ്രാൻഡ് കൺസൾട്ടൻസിനെയൊക്കെ പിക്ചറിൽ വെച്ച് ചെയ്യുക. എപ്പോഴും ബ്രാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മാത്രം ടീം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് കിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസിനെയും കൂടെ ഉള്ള ഒരു ടീം നിങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ ഭയങ്കര ഡൈവേഴ്സിറ്റിയാണ് അല്ലേ. ഞങ്ങൾ ചിലപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണും, നാളെ ചായക്കട നടത്തുന്ന ചേട്ടനെയും കാണും, ഞങ്ങൾ വള്ളക്കാരനെയും കാണും, പൈലറ്റിനെയും കാണും. സോ ഞങ്ങളുടെ ലൈഫിൽ ആ ഡിഫറൻസ് ഞങ്ങൾക്ക് ക്രിയേറ്റീവ് ഒരു ബ്രെയിൻ സ്റ്റിമുലേഷൻ ഞങ്ങൾക്കുണ്ട്. സോ എന്താ പറയണ്ട, കീപ് ട്രസ്റ്റിംഗ് അഡ്വർടൈസിങ് ഏജൻസീസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അഡ്വർടൈസിങ് ഏജൻസീസ്, ബ്രാൻഡ് കൺസൾട്ടൻസ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസീസ്, ഡിജിറ്റൽ ഏജൻസീസ്, അവരെയൊക്കെ മാറ്റി നിർത്തി ഇന്നോസ് ടീം ഉണ്ടാക്കുന്ന നീക്കം ഞങ്ങൾ ഏത് വിധേനയും അത് പൊളിക്കുന്നതായിരിക്കും. സോ ഐ റെസ്പെക്ട് യുവർ വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇത്രയും പേരുടെ ക്രൗഡിൻ്റെ മുമ്പിൽ വെച്ച് ഫ്രഷ് ടു ഹോമിൻ്റെ പേര് ഒരു 10 പ്രാവശ്യം പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാമുകൻ്റെ സുഖം. അത് നേരത്തെ നമ്മൾ ബ്രാൻഡ് കസ്റ്റമേഴ്സിനെ നമുക്ക് കാമുകിയുടെ റോളിലേക്ക് കൊണ്ടുവരാം അല്ലേ. എനിക്കുണ്ടൊരു അനുഭവം പറയാം. ഞാനൊരു ദിവസം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുക. അപ്പോൾ ഡൽഹി ഫ്ലൈറ്റിലിരുന്ന് വിസ്താരയുടെ ഫ്ലൈറ്റായിരുന്നു. കൊച്ചി ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ബീനാക്കണ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബീനാക്കണ്ണൻ പുറകിൽ നിന്ന് ഹലോ ഫ്രഷ് പോകുമെന്ന് വിളിച്ച്. അപ്പോൾ ഇത് അവർ പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ ബാക്കി വരുന്ന എല്ലാവരും കേട്ടല്ലോ. അവരെല്ലാവരും ഉടനെ ഞങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ കേട്ടോ, ഞങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ കേട്ടോ, എല്ലാം ഡൽഹിയിൽ നിന്ന് തന്നെ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആ ബ്രാൻഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ആളെന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ. എന്നെ ആരും അറിയില്ല, അറിയുന്നവരാരും ഇല്ല. ബീനാക്കണ്ണ അങ്ങനെ പുറകിൽ നിന്ന് ബീനെ വിളിച്ച് ഹലോ മാത്യു ഫ്രഷ് പോകുമെന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആൾക്കാർ ഉടനെ ചെയ്ത ഒരു റെസ്പോൺസ് ഇല്ല, അതൊക്കെ നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഫ്രഷ് ഹോമെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന, അത് ഉണ്ടാക്കിയ ഒരാളെന്ന നിലയിൽ നമുക്കൊരു മനസ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് വലുതാണ്. അത് വലുതാന്ന് വെച്ചാൽ അതാണ് യഥാർത്ഥ കിക്ക്. നമ്മൾ നമ്മുടെ യൂത്തിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം, എൻ്റെ മക്കളെ ഈ ഡ്രഗ്സിലൊന്നും അല്ല ലഹരി നിൽക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുക, ആ ബ്രാൻഡിൻ്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബ്രാൻഡ് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ കിട്ടുന്ന ഒരു കിക്കില്ലേ, അതാണ് യഥാർത്ഥ ലഹരി. ആ ലഹരി ആയിരിക്കണം നമ്മൾ ബ്രാൻഡ് ഓണേഴ്സിനും ഉണ്ടാവേണ്ടത്. വെരി ഗുഡ്. അങ്ങനെ ഒരു കാര്യത്തിനെങ്കിലും കൈയടി കിട്ടിയല്ലോ.